എന്താണ് പേടി, എന്താണ് ആങ്സൈറ്റി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഒരു ഇമോഷൻ, ഫിയർ എന്ന് പറഞ്ഞൊരു ഇമോഷൻ നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മളുടെ ബ്രെയിനിലേക്ക് എങ്ങനെയാണ് കയറി വന്നത്? അതിനൊരു കഥ പറയാനുണ്ട്, ഒരു എവല്യൂഷൻ്റെ കഥ. പണ്ട്, വളരെ പണ്ട് കേവ്മെൻ, ഒരു ഗുഹയിലൊക്കെ ആൾക്കാർ താമസിച്ചിരുന്ന സമയത്ത് സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. അയാൾ പുറത്തിരിക്കുകയാണ്, അയാളുടെ ഫാമിലി കേവിൻ്റെ ഉള്ളിലുണ്ട്, സ്റ്റോൺ ഏജ് ആണ്, ഓക്കെ. അയാളെ കല്ലൊക്കെ കൂർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അയാളൊരു ശബ്ദം കേൾക്കുകയാണ്, ഗ്രാസ് ലാൻഡിൻ്റെ ഇടയിൽ നിന്ന്, ബുഷസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അയാൾ ഭയക്കും. അയാളുടെ ശരീരത്തിലെ എല്ലാ സെൽസും ഡേഞ്ചറാണ് എന്നുള്ളത് അയാൾക്കൊരു ഹിൻഡ് കൊടുക്കും. അയാൾക്ക് അറിയില്ല അതൊരു പ്രെഡേറ്റർ ആയിട്ടുള്ള ഒരു സിംഹമാണോ അതോ ജസ്റ്റ് ഒരു കാറ്റ് വീശിയതാണോ എന്ന് അറിയില്ല. രണ്ട് സിറ്റുവേഷൻ ആയാലും അയാൾക്ക് ഭയം വരും. അയാൾ ഭയം വന്നിട്ട് ആ ഒരു ത്രെട്ടിനെ ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി അയാൾ അവിടെ ചെയ്യും. അങ്ങനെ അയാൾ സർവൈവ് ചെയ്യുള്ളൂ. ഇനി ആ ഒരു ത്രെട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ഹിൻറ്റിനെ പേടിക്കാതെ അതിന് ഓടിപ്പോയി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക. അതൊരു സിംഹമാണെങ്കിൽ അയാളുടെ കഥ അവിടെ കഴിഞ്ഞു. ആ ഒരു രീതിയിൽ ബ്രെയിൻ വയർ ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും സർവൈവ് ചെയ്യില്ല. ഒരു ഡേഞ്ചർ വരുന്ന സമയത്ത് പേടിയോടെ, ഒരു ഫിയറോട് കൂടി ആ കാര്യത്തെ അപ്രോച്ച് ചെയ്ത ആളുകളാണ് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ എവല്യൂഷൻ വഴി പേടി എന്ന് പറയുന്നത്, ഫിയർ എന്ന് പറയുന്നത് നമ്മളുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറായിരുന്നു.